ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് മോഡേൺ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ്സാണ്. മോഡേൺ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാന ഭാഗം വരെ കാണുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഫോർ എ ടേം ലോൺ ടു ബി ക്ലാസിഫൈഡ് ആസ് NPA? വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഫോർ എ ടേം ലോൺ ടു ബി ക്ലാസിഫൈഡ് ആസ് NPA? ഒരു ടേം ലോൺ അതിനെ NPA ആയിട്ട് കണക്കാക്കുന്നത് എത്ര ദിവസം കഴിയുമ്പോഴാണ്? ഓപ്ഷൻ എ 30 ഡേയ്സ്, ഓപ്ഷൻ ബി 60 ഡേയ്സ്, ഓപ്ഷൻ സി 90 ഡേയ്സ്, ഓപ്ഷൻ ഡി 365 ഡേയ്സ്. ആൻസർ ഓപ്ഷൻ സി 90 ഡേയ്സ് ആണ്. ഇനിയും എന്താണ് NPA? അസറ്റ് വിച്ച് സീസസ് ടു ജനറേറ്റ് ഇൻകം. ഒരു അസറ്റിൽ നിന്നും വരുമാനം ഉണ്ടാകുന്നത് നിന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ എന്താണ് വിളിക്കുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് വിച്ച് സീസസ് ടു ജനറേറ്റ് ഇൻകം അല്ലെങ്കിൽ ഇൻകം നോട്ട് റിസീവ്ഡ് ആണ് NPA എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഹൗ മെനി ക്രോപ്പ് സീസൺ ആൻഡ് അൺപെയ്ഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഫാം ലോൺ വിൽ ബി ടേംഡ് ആസ് NPA? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ആഫ്റ്റർ ഹൗ മെനി ക്രോപ്പ് സീസൺ ആൻഡ് അൺപെയ്ഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഫാം ലോൺ വിൽ ബി ടേംഡ് ആസ് NPA? എത്ര നാൾ കഴിയുമ്പോഴാണ് ഷോർട്ട് ഡ്യൂറേഷനുള്ളൊരു ഫാം ലോൺ NPA ആയിട്ട് കണക്കാക്കുന്നത്? ആൻസർ 1 ക്രോപ്പ് സീസൺ, ഓപ്ഷൻ 2 ക്രോപ്പ് സീസൺ, ഓപ്ഷൻ സി 2 ഇയർ, ഓപ്ഷൻ 4 ക്രോപ്പ് സീസൺ. ആൻസർ ഏതായിരിക്കും? 2 ക്രോപ്പ് സീസൺ. 2 ക്രോപ്പ് സീസൺ കഴിയുമ്പോഴാണ് ഒരു ഷോർട്ട് ടൈം ഡ്യൂറേഷനിലുള്ള ഫാം ലോണിനെ എന്തായിട്ട് കണക്കാക്കുന്നത്? NPA ആയിട്ട് കണക്കാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഫോർ ദ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ടു ബി ടേംഡ് ആസ് NPA? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഫോർ ദ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ടു ബി ടേംഡ് ആസ് NPA? ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലോൺ ആണെങ്കിൽ അവിടെ NPA ആയിട്ട് കണക്കാക്കുന്നത് എത്ര നാൾ കഴിയുമ്പോഴാണ്? ഓപ്ഷൻ എ 90 ഡേയ്സ്, ഓപ്ഷൻ ബി 1 ക്രോപ്പ് സീസൺ, ഓപ്ഷൻ സി 2 ക്രോപ്പ് സീസൺ, ഓപ്ഷൻ ഡി 180 ഡേയ്സ്. ആൻസർ 1 ക്രോപ്പ് സീസൺ. ലോങ് ടേം ലോൺ ആണെങ്കിൽ അവിടെ ഒരു ക്രോപ്പ് സീസൺ കഴിയുമ്പോൾ പേയ്മെൻറ്റ് നടന്നിട്ടില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിന് അടവുണ്ടാകുന്നില്ല എങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കും? നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് കണക്കാക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫണ്ട്സ് ദാറ്റ് ആർ സെറ്റ് എസൈഡ് ബൈ ദ ബാങ്ക്സ് ആസ് എ ഫ്രാക്ഷൻ ടു ദ ലോൺ നോൺ ആസ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, വാട്ട് ആർ ദ ഫണ്ട്സ് ദാറ്റ് ആർ സെറ്റ് എസൈഡ് ബൈ ദ ബാങ്ക്സ് ആസ് ഫ്രാക്ഷൻ ടു ദ ലോൺ നോൺ ആസ്? ഓപ്ഷൻ എ NPA കവറേജ് റേഷ്യോ, ഓപ്ഷൻ ബി ലോൺ ഡിഫോൾട്ട് റേഷ്യോ, ഓപ്ഷൻ സി പ്രൊവിഷനിങ് കവറേജ് റേഷ്യോ, ഓപ്ഷൻ സി ക്രെഡിറ്റ് എക്സ്പോഷർ റേഷ്യോ. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രൊവിഷനിങ് കവറേജ് റേഷ്യോ. വാട്ട് ആർ ദ ഫണ്ട്സ് ദാറ്റ് ആർ സെറ്റ് അസൈഡ് ബൈ ദ ബാങ്ക്സ് ആസ് എ ഫ്രാക്ഷൻ ടു ദ ലോൺ നോൺ ആസ്? ആൻസർ പ്രൊവിഷനിങ് കവറേജ് റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു വി കോൾ എ ലോൺ വിച്ച് റിമെയിൻസ് NPA ഫോർ എ പീരീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months? 12 മാസത്തെ കാലാവധിയായിട്ട് ഒരു NPA ആയിട്ട് 12 വർഷക്കാല കാലാവധി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള അസറ്റിനെ എന്താണ് വിളിക്കുന്നത്? വാട്ട് ഡു വി കോൾ എ ലോൺ വിച്ച് റിമെയിൻസ് NPA ഫോർ എ പീരീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 months? ഓപ്ഷൻ എ ഡൗട്ട്ഫുൾ അസറ്റ്, ഓപ്ഷൻ ബി സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഓപ്ഷൻ സി ലോസ് അസറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഓപ്ഷൻ എ ഡൗട്ട്ഫുൾ അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, MSME ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് ആക്ട്? MSME ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് ആക്ട്?
മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ്. അതാണ് MSME, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ്. MSMEയെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആക്റ്റാണ് MSMED ആക്ട് 2006. MSMED ആക്ട് 2006 2006. ഇതിന് ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കൺഫ്യൂഷൻ കൂടുതൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസിന് മാത്രമേ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പ്രൊഡക്ഷൻ സെക്ടർ എ മൈക്രോ എൻ്റർപ്രൈസ് ഈസ് ആൻ എൻ്റർപ്രൈസ് വെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് ഹൗ മച്ച് എമൗണ്ട്. ഒരു പ്രൊഡക്ഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര എമൗണ്ടിൽ കൂടാൻ പാടില്ല. ഇൻ പ്രൊഡക്ഷൻ സെക്ടർ എ മൈക്രോ എൻ്റർപ്രൈസ് ഈസ് ആൻ എൻ്റർപ്രൈസ് വെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് ഹൗ മച്ച് എമൗണ്ട്. ആൻസർ ₹20 lakh. എത്രയാണ്? 20 ലക്ഷം. 20 ലക്ഷത്തിലധികം കൂടാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് ചൂസൺ ആസ് എ യൂണിറ്റ് ഓഫ് ഡെവലപ്പിംഗ് ബാങ്കിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ലീഡ് ബാങ്ക് സ്കീം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, വിച്ച് എമംഗ് ദ following was chosen as a unit of developing banking infrastructure in the lead bank scheme. Option A town, option B village, option C district, option D പഞ്ചായത്ത്. ഏതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ഡിസ്ട്രിക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് എയിം ഓഫ് ലീഡ് ബാങ്ക് സ്കീം? വാട്ട് ഈസ് ദ ബേസിക് എയിം ഓഫ് ലീഡ് ബാങ്ക് സ്കീം? ലീഡ് ബാങ്ക് സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ആൻസർ, ഓൾ ദ ബാങ്ക്സ് ഷുഡ് മേക്ക് ഇൻറ്റൻസീവ് എഫേർട്സ് ടു മൊബിലൈസ് ഡെപ്പോസിറ്റ്. ആൻസർ ഒന്നുകൂടെ, ഓൾ ദ ബാങ്ക്സ് ഷുഡ് മേക്ക് ഇൻറ്റൻസീവ് എഫേർട്സ് ടു മൊബിലൈസ് ഡെപ്പോസിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് ഫൈനലൈസ്ഡ് ലീഡ് ബാങ്ക് സ്കീം? താഴെ പറയുന്നവയിൽ ആരാണ് ലീഡ് ബാങ്ക് സ്കീം എന്താണ് പ്രൊമോട്ട് ചെയ്തത്? ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി IRDA, ഓപ്ഷൻ സി RBI, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി RBI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയർ ലീഡ് ബാങ്ക് സ്കീം വാസ് ഫൈനലൈസ്ഡ്? ഏതു വർഷമാണ് ലീഡ് ബാങ്ക് സ്കീം ഫൈനലൈസ് ചെയ്തത്? ഓപ്ഷൻ എ 1969, ഓപ്ഷൻ ബി 1960, ഓപ്ഷൻ സി 1981, ഓപ്ഷൻ ഡി 1993. ഓപ്ഷൻ എ ആണ് ആൻസർ, 1969. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഈസ് PMJDY റിലേറ്റഡ് ടു? ഓപ്ഷൻ എ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഓപ്ഷൻ ബി ബാങ്ക്, ഓപ്ഷൻ സി ലിറ്ററസി, ഓപ്ഷൻ ഡി ഫീമെയിൽ എഡ്യൂക്കേഷൻ. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നാണ് PMJDY എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് എന്തിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അടുത്തൊരു ക്വസ്റ്റ്യനൂടെ, വാട്ട് ഈസ് ദ എമൗണ്ട് ഫോർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ ഇൻ PMJDY? പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായി ബന്ധപ്പെട്ട് ഉള്ള ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ എത്രയാണ്? ഓപ്ഷൻ എ ₹1 lakh, ഓപ്ഷൻ ബി ₹2 lakh, ഓപ്ഷൻ സി ₹50 lakh, ഓപ്ഷൻ ഡി ₹10 lakh. ആൻസർ ഓപ്ഷൻ ബി ആണ്, ₹2 lakh. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് മോഡേൺ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും അനുസരിച്ചാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.